വെക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അടിപൊളി. പിന്നെ ഇതെന്ത് വാളത്തല അടിപൊളി. നോക്ക്, സൂപ്പർ. എന്ത് ഭക്ഷണം വേണ്ടതിലും ഇവിടെ കിട്ടും കേട്ടാ. നമ്മളിവിടെ വന്നിട്ട് അതില്ല ഇതെല്ലാം ഒന്നും ചോദിക്കണ്ട, എല്ലാം ഉണ്ട്. നല്ല നാടൻ അയില, സൂപ്പർ. പിന്നെ ചോറിനൊക്കെ മീൻകറിക്ക് ഇതിന് ചെമ്പല്ലി. ഇത് ചെമ്പല്ലി. നാടൻ ചെമ്പല്ലി. ഓ അയ്യോ, ഞാനിത് അറിയാനാണ്. കായൽ ചെമ്പല്ലി അല്ലേ? കായൽ ചെമ്പല്ലിയാണ് ഈ കാണുന്നത്. എനിക്ക് ഇതെങ്ങനെ, ഇത് കറി വെക്കുവാണോ അതോ പൊള്ളിച്ചൂട്? അവിടെ അല്ലേ, അവരുടെ ചോയ്സാണ്. നമുക്കൊന്നുമില്ല, അവർ പറയുക, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അല്ലേ. ഇതെന്നാ കറിയാ? ഇതെന്നാ കറിയാ? ഇത് വാളക്കറി. ഇത് അയിലക്കറി. പിന്നെ ഇത് വരാല് കുടംപുളി ഇട്ട് വെച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഇതാണ് നമ്മുടെ വഞ്ചിപ്പുര നാടൻ ഭക്ഷണം ശാലയുടെ ഓണർ അമ്പിളി ചേച്ചി. എല്ലാവരും ആ പേര് അമ്പിളി വെക്കുന്നതാണ് എല്ലാവരും പറഞ്ഞത്. അമ്പിളിയുടെ കറി കൂട്ടാൻ നല്ല ടേസ്റ്റാന്ന് പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ ഇരുന്ന് നിങ്ങളുടെ റീൽസൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. റീൽസൊക്കെ കണ്ട്. ആണോ? അമ്പിളി തന്നെ വെട്ടുവാണോ? ആണല്ലേ? ചെയ്ത് തയ്യാറാക്കും അല്ലേ? ഓ ശരി. നമ്മൾ ഈ സ്ഥലത്തിന്റെ കറക്റ്റ് ഒന്ന് പറയാം, എനിക്ക് സ്ഥലം അറിയത്തില്ല. കായംകുളം വരുന്ന വഴി നിങ്ങൾ എറണാകുളം തിരുവനന്തപുരം റൂട്ടിൽ വന്നിച്ച് ചേപ്പാടില്ലേ? ചേപ്പാട് എന്ന സ്ഥലം. അത് റോഡ് സൈഡ് തന്നെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് സ്വല്പം തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പിളിയുടെ ഈ ഭക്ഷണശാല കാണാം. അവിടെ മെയിൻ റോഡ് സൈഡ് പിന്നെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കാണാം. നമുക്ക് കാറിൽ വന്നാലും സ്കൂട്ടർ വന്നാലും എങ്ങനെ വന്നാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ല വൃത്തിയും മെനയുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട്. നല്ല നീറ്റായിട്ടെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട്. പാചകശാലയാണിത്. ചേട്ടൻ ഇവിടുത്തെ എങ്ങനെയാ കുക്കാ? എല്ലാം ചെയ്യും അല്ലേ? നമുക്ക് അങ്ങനൊന്നുമില്ല അല്ലേ? അമ്പിളിയെ സഹായിക്കുന്ന എല്ലാ പണിയും ചെയ്യും. ചോറായോ? ഒന്ന് വരുന്നു. ചോറും ഉണ്ട് അടിപൊളിയായിട്ട്. ഇവർ പാചകം ചെയ്യുന്ന എല്ലാം വിറകടുപ്പിലാണ്, ഗ്യാസൊന്നുമില്ല കേട്ടോ. അപ്പം ഭക്ഷണത്തിന് നല്ല രുചിയായിരിക്കും. ഈ വിറകടുപ്പിൽ പാചകം ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആഹാരത്തിന് അല്ലേ? കപ്പയായോ? കപ്പ എന്ത് ചെയ്യാം? ഇതാണിത് കപ്പ. ഒരു തയ്യാറാക്കുന്നേ ഉള്ളൂ. അല്ല ഇനി പൊളിച്ച് അത് അടുപ്പിലിട്ട് റെഡിയാക്കണം. എന്നാ അതൊന്ന് പറഞ്ഞേ. സാമ്പാർ, കൂട്ടുകറി, മീൻകറി, ഇതെല്ലാം ഇവിടെ റെഡിയാക്കി കൊടുത്തു. തീയൽ രാവിലെ വന്ന് എത്ര മണിക്ക് വരും? 6 മണിക്ക് വരും. ഇവിടെ 6 മണിക്ക് വരും. 6 മണിക്ക് തൊട്ട് ഭക്ഷണം എത്ര മണി വരെ? 3 മണി. ഭക്ഷണം തീരുന്നവരെ ആൾക്കാർ വരുന്നത് തീരുന്നവരെ ഭക്ഷണം കൊടുക്കും അല്ലേ? അടിപൊളി. എന്ത് വെക്കാമോ? പിടയ്ക്കുന്നൊന്ന് കാണിക്കാം. വരാല് കണ്ട, നല്ല നാടൻ വരാല് കണ്ടല്ലേ? ജീവനുള്ളത് കണ്ട, പിടയ്ക്കുന്നു. ഇതിങ്ങിട്ട് താഴെയിട്ടാൽ മതി ചേച്ചി. താഴെയിട്ടപ്പോൾ പിടയ്ക്കുന്നത് കാണാൻ അന്നേരം അറിയാൻ പറ്റും നമുക്ക്. അടിപൊളി മാറി. അടിപൊളി. ഇതേ കണ്ട, അടിപൊളി കണ്ട. ഇത് വാഗവരാലാണോ? അത് സാധാ വരാല. അത് നമ്മുടെ ആറ്റിലെ നാടൻ വരാല് കണ്ട. ഇതേ കണ്ടത് പിടയ്ക്കുന്നുണ്ടത്. അടിപൊളി. കണ്ട വരാല് കണ്ട് കിടി. വരാല് വേറൊരു കാര്യമുണ്ട്, എത്ര ദിവസം കിടന്നാലും ചാകത്തില്ല. അതാണ് ഈ വരാലിനൊരു ഗുണമുള്ളത്. അത് തന്നെ. അത് നല്ലൊരു പുണ്യ കർമ്മം കേട്ടോ. അങ്ങനെ കൊടുക്കും. അല്ല അങ്ങനെ ചെയ്യുന്നൊരു പുണ്യകർമ്മമാണ് കേട്ടോ സത്യം പറയാം. ഭക്ഷണം
ഇത് ചെയ്യാനുള്ള ആർജവും നമുക്ക് കൂട്ടണം ആ തരണം തന്നെ. അതെ എന്താ ആൾക്കെങ്കിലും ഒരു നേരമെങ്കിലും ഒരു ഫുഡ്, ഒരു നേരത്തെ ഫുഡ് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ സ്ഥാപനം ആകുമ്പോൾ നമുക്ക് ഡെയിലി നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 10 പേർക്ക് ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാൻ നമ്മുടെ മനസ്സിൽ സന്തോഷമല്ലേ? അതെ അതെ കറക്റ്റ്. എനിക്ക് അങ്ങനെ കൊടുക്കുന്ന ഭയങ്കര സന്തോഷം. അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. മറക്കാതിരിക്കാൻ വേണ്ടിയാ കേട്ടോ അമ്പിളി. അതെ എൻ്റെ വൈഫിൻ്റെ കൂടെ അമ്പിളി ഇപ്പോൾ ഈ കടയുടെ ഓണർ ഇതാണ് അമ്പിളി. ഓക്കെ ഓക്കെ. അമ്പിളി നല്ല ഹാപ്പിയാണ് കേട്ടോ, നല്ല ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും അവസാനം പറയുന്നത്. അത് തന്നെ ഒരു സന്തോഷമാണ്. ഓക്കെ ഓക്കെ ശരി. ഊണ് കഴിക്കാൻ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കാനുണ്ട്. നോക്കി ഇനി ആൾക്കാർ വരിക, ലൈവായിട്ട് എടുത്ത് കഴിക്കുക. ഇതാണ് കൊഞ്ചു കറി, അടിപൊളി. കണവയാണിത്, കണവ റോസ്റ്റ് ചെയ്യുന്നു. എല്ലാം അത് ക്ലീൻ ചെയ്ത് അത് തവയിലിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് അമ്പിളി ചെയ്യുന്ന കാണിക്കും. തല ഇടുന്നതിൻ്റെ അകത്ത് അടിപൊളി. ഇനി ഇത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ചെയ്ത് ഇതിനെ റെഡിയാക്കി എടുക്കും. അടിപൊളി. ഇത് മൂടി വെക്കും അല്ലേ? കുരുമുളക് പൊടി ഇടുന്നത്. കുരുമുളക് ചേർക്കുമ്പോൾ തിരിച്ചിടട്ടെ.
ഇതെന്താ ഇത് മറ്റേതല്ലേ കണവ ഒന്ന് റോസ്റ്റ് റോസ്റ്റാക്കാം ഒന്നും കൂടെ റോസ്റ്റാക്കുന്നല്ലേ അതെ. ഓക്കെ ഓക്കെ മോളാന്ന് നമ്മൾ അതെങ്ങനെ പറയത്തുള്ളൂ. മോളാ എൻ്റെ. ഇദ്ദേഹം ഈ അമ്പിളിയുടെ ചേച്ചിയുടെ മകളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഇവർ രണ്ടുപേരും കൂടാണ് ഇവിടുത്തെ ഈ ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നത്. വേറെ ജോലിക്കാരും ഇല്ല. കാര്യമില്ല. അത് കാരണം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നാടൻ ഭക്ഷണത്തിന് എഴുതി വെച്ചിരിക്കുന്നത്. ഇതേ അയില ഇതേ വരയുന്നു കണ്ടോ. ഇത് ഫ്രൈ ചെയ്യാനല്ലേ ഇത്? അതെ. ആ ഇതേ അടിപൊളി കണ്ടോ. പടപടാന്ന് അരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട്. ഇതാണ് കൊഴുവ. അടിപൊളി ഇതിൻ്റെ നാടൻ കൊഴുവാണ്. നോക്കി ഇത് തോരൻ വെച്ച് കറി വെച്ചാൽ ഒരു ഇരട്ടി ചോറുണ്ട്. ഫ്രൈ ആണോ? ഇത് ഫ്രൈ ആണ്. ഫ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഇതിൻ്റെ അത് ചേർക്കുക. അത് അടിപൊളി. അടുത്ത കറിക്കൂട്ട് മുളകല്ലേ മുളക് ഇതെല്ലാം കൂടെ ചീട്ടി നല്ല ഒന്ന് ഇതിനെന്താ പറയുക പെരട്ടി എടുക്കാം അല്ലേ. ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുക. നോക്കി ഇത് വരാം കേട്ടോ. ചാനൽ വരെ. അപ്പോൾ ഇന്ന് രാത്രി 10 മണിക്ക് ഞാനിത് വീഡിയോ ഇടും. നോക്കാണല്ലോ. അല്ലേ വറക്കാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. ഇത് അടിപൊളി. ഇത് വറക്കാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കും. ഇത് ഇനി ഫ്രൈ റെഡിയാക്കുന്നത്. ഇതെല്ലാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് അടിപൊളിയാക്കി വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുക്കും. വെളിച്ചെണ്ണയ്ക്കകത്തല്ലേ വറക്കുന്നത് അല്ലേ? ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇവിടെ ഓയിലൊന്നും ഇവർ ഉപയോഗിക്കത്തില്ല. ഇത് ഫുള്ള് വെളിച്ചെണ്ണയിലാണ് ഉപയോഗിക്കുന്നത്. അത് കാരണം ആഹാരത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പാല് കാച്ചി ഉറവൊഴിച്ച് അല്ല ഇതൊക്കെ അറിയത്തുള്ളൂ. ആ ആ ഇത് എന്നാ പാലം. ആ പാല് കാച്ചണ്ട. ഇത് അവർ പാല് ഉറയൊഴിച്ച് ആണ് റെഡിയാക്കുന്നത്. അല്ല ഇവിടെ പുറത്തൊന്നും വാങ്ങിക്കത്തില്ല. എനിക്ക് പാല് റെഡിയാക്കി കണ്ടത് പാല് ഉണ്ട് വാങ്ങിക്കത്തില്ല. പാല് പശുവും പാല് ഉണ്ട് ഉറയൊഴിച്ചാണ് മോരുണ്ടാക്കുന്നത്. അത് കൊള്ളാം. നല്ല കാര്യം കേട്ടോ. അതുകൊണ്ട് ഭക്ഷണം നല്ല രുചിയായിരിക്കും. തൈര് പുളിശ്ശേരി പച്ചമോര് ആ എല്ലാം ഇഷ്ടമുള്ള മീന ഇതുള്ളത് ഇത് തരാം. അരിയിടാനേ അരിയിടുന്നൊന്ന് കണ്ടോട്ടെ. അടിപൊളി. ആ ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഫ്രൈ കഴിഞ്ഞ് വെളിയിലെടുക്കും. വരാല് ഫ്രൈ ചെയ്തെടുക്കുന്നു. എറണാകുളം തിരുവനന്തപുരം റൂട്ടാണ്. ചേപ്പാടുന്ന സ്ഥലമാണിത്. ഹൈവേ സൈഡ്. നമുക്ക് വണ്ടി വരുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ വരുന്നവർ ഈ ഭക്ഷണശാലയ്ക്ക് ഇരുന്ന് ഭക്ഷണം രുചിച്ച് നോക്കണം. ഓരോ പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും വരണമെന്ന് നമുക്ക് തോന്നും. അത്ര രുചികരമായ ഭക്ഷണമാണ് ഇവിടുത്തെ. ഇതേ കപ്പ റെഡിയാക്കുന്നു. ഇത് മഞ്ഞപ്പൊടിയില്ലേ അല്ലേ? മഞ്ഞപ്പൊടി ഇട്ട് അത് ഇളക്കി നല്ല അടിപൊളിയായിട്ട്. കപ്പ തീർന്ന ഇതിൻ്റെ ഇത്ര ഉള്ള ഇതിൻ്റെ തീർന്ന ഇതിനകത്തൊന്ന് തീർന്ന ഇതേ കപ്പ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിത് അടുത്ത ഭക്ഷണം കൊടുക്കാനുള്ള അല്ല ചോറ് റെഡിയായിരിപ്പുണ്ട്. അതിന് അടുത്ത ചെമ്പ് വെച്ച് ചോറ് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒന്ന് പറഞ്ഞു ചേട്ടാ ഈ വെള്ളത്തിനെ പറ്റി. വെള്ളത്തിന്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കറുവപ്പട്ട. ശരി ഒച്ചത്ത് പറഞ്ഞു. കറുവപ്പട്ട കഴുകി അതിനകത്തിട്ട് ഇഞ്ചി തൊലികളെന്ന് ചതച്ച് പിന്നെ ഏലക്ക ഇത്ര വെച്ച് തിളപ്പിച്ചാണ് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ നല്ല കാര്യം. കൊതിപ്പിക്കണം ആൾക്കാരെ.
ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടാകുന്നു വരുന്നത്. ഫേസ്ബുക്കിലൊക്കെ വൈകിട്ടുണ്ട് 2 ദിവസം നിൽക്കത്തക്ക രീതി വൈകിട്ടൊക്കെ ഇടണം. ഉണ്ട്, മീൻപി കൊച്ചിനൊക്കെ തീരെയുണ്ട്. അടിപൊളി. ഇതെന്തിന്റെ തല ചേച്ചി? ആറ്റുവാള. ആറ്റുവാളയുടെ തലയാണിത്. ആറ്റുവാളയുടെ തല കൊണ്ടുള്ള അതിനാണ് ഈ തലക്കറി എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഇത് സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ അടിപൊളി. ഇത് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും നമുക്ക്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് നാരങ്ങാ വെള്ളം, നമ്മൾ ഈ നാരങ്ങാ വെള്ളം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും പുള്ളിക്കാരിക്കും നാരങ്ങ വെള്ളം തയ്യാറാക്കി തന്നത്. ാണ് അത് കട്ട് ചെയ്യാണ്. ഇതേ കറി വെക്കാൻ വേണ്ടി കട്ട് ചെയ്യാൻ. നമ്മളിവിടെ ഊണ് കഴിക്കാൻ വന്ന വേറെ ഒന്നും വേണ്ട, എല്ലാം ഉണ്ട് ഇവിടെ. ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഇതിൻ്റെ അകത്ത് കിട്ടും. നമ്മൾ ചോദിച്ചാൽ മാത്രം മതി. അതുപോലെ കൊല്ലുന്ന ചാർജൊന്നുമില്ല, ന്യായമായ ചാർജ് മാത്രമേ ഉള്ളൂ അല്ലേ നമ്മൾ? ആ, കഴുത്തറക്കത്തില്ല, ആരെയും കഴുത്തറത്ത് വാങ്ങിക്കത്തില്ല. ന്യായമായ വെളുത്തുള്ളി, ജീരകം, തേങ്ങ, കരിയാപ്പില, പച്ചമുളക് ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുക. ഇതാ ഇത്. അപ്പോൾ ഇതിനകത്ത് ഇടുവാൻ ഇത്. ആ, ഇത് കപ്പ താളിക്കുകയാണ്. ഒന്ന് പറഞ്ഞേര്. താളിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കരിയാപ്പില, തേങ്ങ ഇട്ട് മൂപ്പിച്ച് കപ്പയ്ക്കകത്തിട്ട് ഇട്ട് വറുക്കുക. ഓ അത് ശരി. അപ്പം അടിപൊളിയായില്ലേ? കപ്പ റെഡിയാക്കി എടുക്കണം. അടിപൊളി. ഇത് സൂപ്പർ. അമ്പിളി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സിലോപ്പിയ കറി വെക്കാൻ വേണ്ടി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. കായൽ ഞണ്ടാണ് നോക്കിയേ, ജീവനുള്ളതാണ്. കണ്ട ഇതേ ചിലപ്പം ഒരു പാചകം എടുക്കാൻ നേരത്ത് കൈക്ക് ഇത് കടിക്കും. അതിനുകൊണ്ട് അവർ കെട്ടിയിട്ടിരിക്കുകയാണ്, ഇഴഞ്ഞു പോവാതിരിക്കാനും അത് കടിക്കാതിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടിരിക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റാണ് ഈ ഞണ്ട് കറി. ഇത് കായലിലെ ഞണ്ട്. ഞണ്ട് കണ്ട, അതേ ജീവനുള്ള കണ്ട, അതേ എൻ്റെ കാലാനങ്ങുന്നുണ്ട. ജീവനുള്ള ആൾക്കാരെടുക്കുമ്പോൾ കയ്യെ കടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവനെ കെട്ടിയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇഴഞ്ഞു പോകും, പെട്ടെന്ന് ഇവന് ഭയങ്കരമായിട്ട് ഓടുവൻ. കായലിൽ പിടിക്കൊണ്ട് വരുന്ന ഞണ്ടാണിത്, കായൽ ഞണ്ട്. ഓക്കെ. ജീവനുണ്ട്, അവനെ കാലും കൈ കാനങ്ങുന്നുണ്ട്. ഈ വായൊക്കെ പൊളിക്കുന്നുണ്ട്. അടിപൊളി. കപ്പ വേവിച്ച് ചേട്ടൻ അവിടെ കൊണ്ട് വെക്കുക. ഈ ചേട്ടനായിട്ട് കപ്പ പാചകം എല്ലാം കപ്പ തന്നെ അല്ല, കപ്പ അടിപൊളി. കപ്പ 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 കപ്പ. ഇത് തന്നെ അമ്പിളി. ഇത് നമ്മൾക്ക് സ്പെഷ്യൽ ഊണ് കഴിക്കുമ്പം മിക്ക ആൾക്കാർ ഫാമിലികൾ ഉപയോഗിക്കും. മധുരം വല്ലതും ഉണ്ടോന്ന്. അപ്പൊ സ്പെഷ്യലായിട്ടുള്ളതാണ് ഈ ബോളിയും പായസം. ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണല്ലേ? ബോളി ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണോ? ബോളി എല്ലാം നമ്മൾ വെളുപ്പിനെ ഉണ്ടാക്കും. കുറച്ച് ഉണ്ടാക്കത്തുള്ളൂ, 10 കവർ. കൂടുതൽ ഉണ്ടാക്കാൻ സമയമില്ല. 10 കവർ. പിന്നെ പാലട, ചിലപ്പോ സേമിയ, പാലട. ആദ്യം വരുന്നവർക്ക് സേമിയ ഏതാണ് കാണിച്ചത്? സേമിയ ഇന്നില്ല, ഇന്ന് പാലട. ഇന്ന് പാലടയാണല്ലേ? പാലടയാ ഇന്ന്. ഇത് കൊണ്ടപ്പം ഫാമിലികൾ വരെ സ്പെഷ്യലായിട്ട് ഇത് വാങ്ങിക്കും. ഓ ശരി 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 ശരി. ഓക്കെ 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 ഓക്കെ. എരിവൊക്കെ കഴിക്കാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി അത് നല്ല കാര്യമായിട്ടോ. കൂടുതലും നമുക്കെല്ലാം
അങ്ങനെയുള്ള മീനല്ലേ അപ്പൊ പിന്നെ ബാലൻസ് ചെയ്യാൻ ഒന്ന് ഐസ്ക്രീം ചോദിക്കും, അല്ലെങ്കിൽ പാലടയും ബോളി. അത് ഇവിടെ ഉണ്ടാക്കുന്ന ഞാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒന്നുമല്ല നമ്മള് തന്നെ ഉണ്ടാക്കിയ അല്ലേ. ഇത് നമ്മുടെ ഈ നാടൻ സദ്യക്കൊക്കെ ഞങ്ങള് വഞ്ചിപ്പുര ഭക്ഷണശാലയിൽ ഉണ്ടാക്കുന്ന ഓണർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ പായസവും ഈ ബോളി. സാധാരണ എല്ലാ ഓർഡർ ചെയ്ത് കടയിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാം. അല്ല, ഇത് ഇവര് തന്നെ ഉണ്ടാക്കുന്ന. സ്വന്തമായിട്ട് വാങ്ങി ഇപ്പം നമുക്ക് 5 മാസമായി. 5 മാസം കൊണ്ട് ഇവിടെ പ്രവർത്തനം തുടങ്ങി. അവിടെ നമ്മുടെ ചെറിയൊരു ഷോപ്പായിരുന്നു. അപ്പൊ ഫാമിലികൾക്കൊക്കെ ഇരിക്കാനും നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും ഫാമിലികളാണ് കൂടുതലും വരുന്നത്. പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് അത് കഴിക്കാനും ആൾക്കാർക്കൊക്കെ ഇൻട്രസ്റ്റ് ആകാൻ. തൊഴിലാളികളൊന്നും ഇല്ല ഇവിടെ, 3 പേരേ ഉള്ളൂ ഇവിടെ. പിന്നെ ഉച്ചയ്ക്കുണ്ട് 5 പേര് വിളമ്പാന്. ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞാൽ വിളമ്പി കൊടുക്കണ്ടായി. അത് എന്നെ കൊണ്ടെല്ലാം പറ്റുമോ? വരുന്നവർക്ക് ധൃതിയായിരിക്കും ചിലപ്പോൾ. പിന്നെ പാഴ്സൽ എടുക്കാൻ 2 പേര് വേണം. പാഴ്സലിന് 2 പേരുണ്ട്. പിന്നെ ഇതെല്ലാം സെർവ് ചെയ്യാൻ നല്ല തിരക്കുണ്ട് ഇവിടെ. ഈ റൂമുകൾ 3 എണ്ണം ഉള്ളതുകൊണ്ട് ഈ 3 റൂമിലും ഇരിക്കുമ്പോ ഇവരെ എല്ലാം ശ്രദ്ധിക്കാൻ ആള് വേണ്ടായോ. എങ്കിലും നമ്മളെ ഒക്കുന്ന രീതിയിലൊക്കെ നല്ലതായിട്ട് കൊടുക്കാം. മീനൊന്നും വറുത്ത് വെക്കത്തില്ല, തണുത്ത് പോകും. മീനൊക്കെ വന്ന് ലൈവായിട്ട് വറുത്ത് കൊടുക്കും. പാർട്ടി വന്ന് കാണിക്കും മീനെ. പാർട്ടി വന്ന് കാണിക്കുവാണെങ്കിൽ നമുക്ക് സമയം തരുവാണെങ്കിൽ അത് പറയും സമയമാവും പറയും. 1/2 മണിക്കൂർ അരമണിക്കൂറൊന്നും വേണ്ട, 10-15 മിനിറ്റ് കൂടി വന്നാൽ അത്ര മതി അല്ലേ. അപ്പൊ അവരുടെ ചോയ്സ് അനുസരിച്ച് നമ്മൾ ലൈവായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അത് നല്ല കാര്യമാണ്. ചൂട് ഭക്ഷണം കഴിക്കും, അത് തന്നെ ഒരു നല്ല കാര്യമാണ്. പക്ഷെ ജോലിക്കാരില്ല. അത് അമ്പിളിയും ഈ അമ്പിളിയുടെ അനിയത്തി കൂടെ ചേച്ചിയുടെ അങ്ങോട്ടും കൂടെ ചെയ്യുന്നില്ലേ. മോളും പിന്നെ ഒരു ചോറും ഒക്കെ ഒരു അച്ഛനുണ്ട്. പിന്നെ ഒത്തിരി പേരായാലും ശരിയാവില്ല, നമ്മുടെ പോകണം. എന്റെ ഒരു കൺട്രോളിൽ ഇങ്ങനെ പോകണം. എനിക്ക് ഞാൻ തന്നെ ചെയ്യണം. എനിക്ക് മറ്റുള്ളവർ ചെയ്യുമ്പോ എനിക്കൊരു മനസ്സിനൊരു സന്തോഷം വരും. എനിക്ക് അറിയാമല്ലോ ഈ കുക്ക് ചെയ്യുന്നതിന് മടിയില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ സമയം ഇത്രയായില്ല. ഇപ്പൊ എത്ര വിഭവങ്ങളായി നിങ്ങൾ നോക്കിക്കേ. ഇപ്പൊ രാവിലെ ഹോട്ടലിൽ എത്ര ഓപ്പൺ ആണ്? ഇവിടെ 6 മണിയാകുമ്പോ 6 മണിക്ക് വരും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ? ഇല്ല, ബ്രേക്ക് ഉച്ചയ്ക്ക് ഊണ് മാത്രമേ ഉള്ളൂ അല്ലേ. 6 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ എത്ര മണിയാകും? ഏകദേശം ഒരു 3:30 ആകുമ്പോ ക്ലോസ് ആകും. ഭക്ഷണം തീരുന്നവരെ നമ്മൾ കൊടുത്തോണ്ടിരിക്കും. പിന്നെ ഞാൻ വേറൊരു കാര്യം അറിഞ്ഞു. ഇത് നമ്മൾ ഈ ക്യാൻസർ ആയിട്ട് വരുന്ന രോഗികളുണ്ടല്ലോ, അവർക്ക് ഒരു വിഹിതം അവർക്കെല്ലാം നമ്മള് സൗജന്യമായിട്ട് മരുന്നിനുള്ള പൈസ കൊടുക്കും ഞാൻ. പിന്നെ അവർക്ക് മരുന്നിനുള്ള പൈസ അവരുടെ വീട് സന്ദർശിച്ചിട്ട് നമ്മള് ആരോടും പറയുന്നില്ല, നമ്മള് രഹസ്യമായിട്ട് പോയി കൊടുക്കും. നമ്മൾ അങ്ങനെ പോയി അവർക്ക് മരുന്നിനുള്ള കൊടുക്കും ഞാൻ. പിന്നെ അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കും. വസ്ത്രവും മരുന്നും അവർ ചീട്ട് വാങ്ങിച്ചിട്ട് അവർക്ക് അത്യാവശ്യം എന്നിൽ കഴിയുന്നത്, ഒരുപാടൊന്നും ചെയ്യാൻ എന്നിൽ ഈ പരിമിതി ഉള്ളിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നും കിട്ടുന്നതിനകത്തു നിന്നുള്ള ഒരു വരുമാനത്തിനകത്തൊരു തുക പാവങ്ങൾക്ക് സഹായിക്കും. അല്ല, ഞാൻ അതല്ല, ഇപ്പൊ ഈ ഇങ്ങനെയുള്ള രോഗികൾ വരുമ്പം അത് ഏതെല്ലാം രോഗികൾക്കാണ് കൊടുക്കുന്നത് പറയാം. അത് ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ പേഷ്യന്റ് വരും. അതിപ്പോൾ എഴുതി വെച്ച് ഒത്തിരി ഇങ്ങോട്ട് ചോദിക്കും. പിന്നെ കിഡ്നി പ്രോബ്ലം ഉള്ളവര്, ഡയാലിസിസ് ചെയ്യുന്നവര്, അവരൊക്കെ അറിയാം നമുക്ക് വരും. ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ വണ്ടാനത്ത് പോകുന്നവരെ കുറെ പേരുണ്ട്. വരുമ്പോ നമ്മള് അവരുടെ പൈസ വാങ്ങിക്കത്തില്ല, തികച്ചും ഫ്രീ ആണല്ലേ. തികച്ചും ഫ്രീ. അത് കൊള്ളാം. നല്ല നല്ല ഒരു പുണ്യകർമ്മമാണ് അന്നദാനം. ഭക്ഷണം പുണ്യദാനം എന്ന് പറഞ്ഞ പോലെ അതെന്റെ ഒരു എനിക്കിഷ്ടം അങ്ങനെ ചെയ്യുന്ന നല്ല കാര്യം. അത് നല്ല ദൈവം പറയാമല്ലോ, എന്താ കൊടുക്കും തോറും ഏറിയിടുന്നു പറഞ്ഞു. എനിക്ക് ആരോഗ്യം തന്നാൽ മതി. തീർച്ചയായിട്ടും ഉണ്ടാവും, തീർച്ചയായിട്ടും ആരോഗ്യം തന്നാൽ മതി. ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്. ദൈവത്തിനോട് പറയുന്നുണ്ട് കഷ്ടപ്പെടാൻ തയ്യാറാണ്, പക്ഷെ ആരോഗ്യം തരണം. എല്ലാ വിഭവങ്ങളുടെ പേരൊന്ന് പറയാം, എന്തൊക്കെയാണെന്ന് ഇവിടെ വിഭവങ്ങള്? ഊണ്, കപ്പ. ഇവിടെ സ്പെഷ്യൽ കപ്പയും മീൻകറിയും നമുക്കുള്ള. പിന്നെ എന്നും വരാല് നിത്യമുണ്ട്. വരാലുണ്ട്, കരിമീനുണ്ട്, പിന്നെ ചെമ്പല്ലി മിക്ക ദിവസങ്ങളിലും ഉണ്ട്. കായലിലെ ചെമ്പല്ലി കോര, പിന്നെ കക്കാറച്ചി, ഞണ്ട്, കൊഞ്ച്, പിന്നെ നമുക്ക് മീൻപീര, പിന്നെ എന്തുവാ ഇത് നമ്മുടെ സൈഡ് കറികളൊക്കെ കുറെ ഉണ്ട് ഇവിടെ. അത് ഉണ്ണുമ്പോ മനസ്സിലാകും. ഇത്രയും സൈഡ് കറികൾ എനിക്ക് എവിടെയും ഞാൻ ഈ കൊടുക്കുന്ന എനിക്ക് തോന്നുന്നു എവിടെയും നല്ല എക്സ്പെൻസീവ് കൊടുക്കുന്ന സാധനങ്ങൾക്കെല്ലാം. അതുപോലെ തന്നെ നമ്മുടെ ഊണിന്റെ റേറ്റ് എത്രയാ? 80 രൂപ. അതിൽ കുറഞ്ഞു നമുക്ക് കൊടുക്കാനൊക്കെ കിട്ടണം നമ്മുടെ ഊണിന്. ഈ 80 രൂപയ്ക്ക് എന്തെല്ലാം കാണും വിഭവങ്ങള്? അതിനകത്തൊരു കൊഞ്ചുതീയലുണ്ട്, അതിനകത്തൊരു തോരൻ കാണും, പിന്നെ മിക്ക ദിവസങ്ങളിൽ കൂട്ടുകറി കാണും,
പിന്നെ ഒരു കടുമാങ്ങയോ നാരങ്ങയോ കാണും, പച്ചടി കാണും, കിച്ചടി കാണും. പിന്നെ അതിനകത്ത് തൊടുകറികൾ മിക്കതും ചിലപ്പോൾ കൂടുതൽ തൊടുകറികൾ കാണും. സമയം ഉണ്ടെങ്കിൽ കുറേ കറികൾ ഞാനങ്ങ് വെക്കും. എന്തായാലും പറയൂട്ടം കറി കാണും. പിന്നെ സാമ്പാറ്, പുളിശ്ശേരി, പച്ചമോര്, മീൻചാറ് ഇതിന്റെ കൂടെ ഉള്ളതാണ്. അത് ശരി. അപ്പൊ എല്ലാം നല്ല ഭംഗിയായിട്ട് വരട്ടെ. ഇനിയും ദൈവം ഉറിച്ചുണ്ടാക്കി തരട്ടെ നമുക്ക്. അതെ. വഞ്ചിപ്പുരയുടെ കാറ്ററിംഗ് സർവീസാണ് ഈ കാണുന്നത്. ഓർഡർ അനുസരിച്ച് ഒരു പാചകം ചെയ്ത് കൊടുക്കും. പിന്നെ കല്യാണം മറ്റു കാര്യങ്ങൾക്കൊക്കെയുള്ള പാചകം ഇവരെ വിളിച്ചാൽ പാചകം ചെയ്ത് കൊടുക്കുവരും. നല്ല അടിപൊളി ആൾക്കാരാണ്. നമ്മൾ ഊണ് കഴിക്കാൻ വന്നതാണോ? അതെ, ഞാൻ ഊണ് കഴിക്കാൻ വന്നത്. എവിടെയുള്ള എവിടെയാണ്? കുറച്ച് പുറത്തോട്ട് മാറിയാണ്. എരിയിലപ്പുറം ശരി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഊണ് ഭക്ഷണം? ആണോ? ഞാൻ വെജിറ്റബിളാണ് കഴിക്കുന്നത്. വീട്ടിൽ വൈകിട്ടും മക്കൾക്കും ഒക്കെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. പക്ഷെ നല്ല ഫുഡാണ്. എപ്പോഴും ഇവിടെ വന്നവരാരും ഒരു പ്രാവശ്യം കഴിച്ചവർ പിന്നെ എപ്പോഴും ഇങ്ങോട്ട് തന്നെ വരുത്തുള്ളൂ. നല്ല സ്വാദിഷ്ടമായ വിഭവങ്ങൾ എന്നതിനേക്കാൾ ഉപരിയാണ് ഇവിടുത്തെ വൃത്തി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ ഇപ്പം തിരക്ക് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. 4 മണി വരെ നല്ല തിരക്കായിരിക്കും ഇവിടെ. നല്ല ഭക്ഷണമാണ്. നല്ല ഭക്ഷണം അല്ലേ? വേറെന്താ? എൻ്റെ രഘുനാഥ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ വഞ്ചിപ്പുര റെസ്റ്റോറൻറ്റ് ഓണറാണ് ഈ ഇരിക്കുന്നത്. ആൾക്കാർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാൻ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ. ഞാൻ എന്റെ മോടെടുത്ത് പോയപ്പോ ഇവര് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. നല്ല വൃത്തിയിലൊക്കെ ചെയ്യുന്നതല്ലേ? നേരത്തെ തുണിക്കടയായാലും പച്ചക്കറി കടയായാലും നേരത്തെ ഉണ്ടായിരുന്നു. എല്ലാം പറഞ്ഞു ചരിത്രങ്ങളൊക്കെ. പച്ചക്കറി കടയിലൊക്കെ സാധാരണ എന്നാ കയറാൻ പോയിരുന്നു. അവിടെ ചെന്നാ അവിടെ ഇതുപോലെ നമ്മളെ നോക്കിയെടുക്കുമോ? ആണല്ലേ? പിന്നെ അവിടെ ഇരിക്കുന്നതന്നെ ഉള്ളൂ. ഇഷ്ടത്തിനൊക്കെ ആയിരുന്നു തുണിക്കടയായാലും നേരത്തെ അതുണ്ടായിരുന്നു എല്ലാം. പക്ഷെ ഇതിപ്പോ നല്ലൊരു സംരംഭമാണ്. കാരണം ഇതാണ് അതിനേക്കാളും മികച്ചായിട്ട് നിൽക്കുന്നത്. കൊടുക്കുക പൈസ കിട്ടുക മേടിക്കാന്നുള്ളതല്ല. എത്രയോ പേര് വന്ന് കഴിച്ചോണ്ട് പോവാ. അപ്പൊ നല്ലൊരു സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം കൊടുത്ത് അവരുടെ തൃപ്തി പുള്ളിക്കാരി ആഗ്രഹിക്കുന്നു. നല്ലൊരു സംരംഭമാണ് തുടങ്ങിയത്. ഈശ്വരകൃപയാൽ വിജയിച്ചു വരുന്നുണ്ടല്ലേ? ഗംഭീരമായിട്ട് വിജയിച്ചു വരുന്നുണ്ടല്ലേ? ഭഗവാന്റെയൊക്കെ അനുഗ്രഹം രാമവർത്തമ്മ കൃഷ്ണന്റെ ഒക്കെ അടുത്തല്ലേ? അതെ, അതിന്റെ അടുത്ത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒരു അനുഗ്രഹം തന്നെ ആയിട്ട് നിൽക്കുക. ഗംഭീരമായിട്ട് പോകും. അല്ല, ചേട്ടാ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമോ? പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒരുപാട് മേടിച്ചോണ്ട് പോകുന്നത് പാഴ്സൽ വന്നേ പോ. ഓ, അത് ശരി. ഇത്രയും ദൂരത്തിന് പാഴ്സൽ വന്നാ മേടിച്ചോണ്ട് പോകും. ഓ, അത് ഭക്ഷണത്തിന്റെ മാത്രം ഹോട്ടലുകൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വരുന്നല്ലേ? കാരണം ബാക്കി ഒത്തിരി ഹോട്ടലുകളുണ്ട്. കാരണം ഇവിടുന്ന് തെക്കോട്ട് കരിയിലെ പ്രായങ്ങളും വരെ ഒരു 100 ഹോട്ടലെങ്കിലും ഉണ്ട് സഹിതമായി. പക്ഷെ ഇവിടുന്ന് കഴിച്ചവരെ എപ്പോഴും ഇവിടെ തന്നെ വരുത്തും. വേറെ എങ്ങും പോകത്തുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു വിജയം. കാരണം എല്ലാം വൃത്തി നോക്കിക്കോ, ഒരു ഈച്ചയെ പോലും കാണാൻ. ഞാൻ ഞാനത് പറഞ്ഞു. ഞാൻ സാധാരണ ഹോട്ടലിലേക്ക് ചെന്നാൽ ഒത്തിരി ഹോട്ടലിലേക്ക് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല നീറ്റായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നീറ്റൊക്കെ ഇട്ട് നല്ല ഒരു സംരംഭമാണ്. എല്ലാ വിജയാശംസകളും നേരുന്നുണ്ട്. ഇവരെല്ലാം ദൂരെ നിന്ന് വന്ന ആൾക്കാരാണ്. എല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞു വന്നവരാണ് ഇതൊക്കെ. കാഞ്ഞത്തിലൂടെ ഇവിടെ എങ്ങനെ അറിഞ്ഞ് ഇങ്ങനെ ഓർഡർ ഉണ്ടെന്ന്? വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ശരി ശരി. ആ വീഡിയോ കണ്ട് കേട്ട് അറിഞ്ഞ് ഇവിടെ വന്നതാണ് അല്ലേ? ശരി. ഭക്ഷണം കഴിച്ചതിന് ശേഷം വയ്ക്കും. ഭക്ഷണം കഴിച്ചതിന് ശേഷം എനിക്കിപ്പോൾ ഒരു റിവ്യൂ പറയും. കേരളത്തിലെ മിക്ക പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ കാതലിലാണ്. ഇവരെല്ലാം ദൂരെ നിന്ന് വന്ന ആൾക്കാരാണ്. എല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞു വന്നവരാണ് ഇതൊക്കെ. കേരളത്തിലെ
ഏറ്റവും നല്ല ഹോട്ടലുകൾ മിക്ക യാത്രകൾ ചെയ്യുന്ന ഒരാളാണ് ഫഹദ് കരുനാഗപ്പള്ളി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്. ഇത് രമേശചന്ദ്രൻ എടുത്ത് വന്നപ്പോഴാണ് ഫഹദ് പറഞ്ഞത് ഇന്നടത്തൊരു ഹോട്ടലുണ്ട് നല്ലത്. കാര്യം അദ്ദേഹത്തിന് അറിയാവുള്ളത് അവിടെ പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇല്ല. അങ്ങനെയാണ് ഞങ്ങളിവിടെ വേറെ ഒരു യാത്ര പോകാൻ തന്നെയാണ് കിലോമീറ്റർ താണ്ടി ഇവിടെ വന്നത്. അപ്പം ഭക്ഷണം കഴിച്ചപ്പോൾ അടിപൊളി അല്ലേ? അടിപൊളി അടിപൊളി 100% ഭാഗത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക. ഓക്കെ 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 ഓക്കെ. നിങ്ങളുടെ ആൾക്കാരൊക്കെ ഇവിടെ ഇതിന് വരുമ്പോൾ ഇവിടെ ആണോ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്? നല്ല ഭക്ഷണം അല്ലേ? സൂപ്പർ അല്ലേ? ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. വെരി ടേസ്റ്റി. ആ ഒന്ന് പറഞ്ഞുതരും. നമ്മുടെ അഭിപ്രായം ചോദിക്കാത്ത എങ്ങനെയുണ്ട് ഊണ്? ഊണെന്ന് പറയുന്നത് ഇപ്പൊ ഞാനിപ്പോ 4ാമത്തെ പ്രാവശ്യം എവിടെ നാടെവിടെയാ? എന്റെ വീടെന്ന് പറയുന്നത് കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി ഇവിടെ ഊണ് കഴിക്കാൻ ഇവിടെ ഊണ് വരാനുണ്ടായ കാരണം ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ടൂർ പോയപ്പോൾ ഇറങ്ങി നാര കഴിച്ചായിരുന്നു. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും ഞങ്ങൾ വന്നതാണ്. ഈ ഭക്ഷണം ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം നല്ല ടേസ്റ്റി ഭക്ഷണമാണ്. അതായത് വീട്ടിലൂണ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തോടു കൂടി ഇവിടെ കൊടുക്കും. എന്ന് പറയുന്നതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വന്ന് കഴിക്കണം. വീട്ടിലൂടെ വെറും ബോർഡിലല്ല, ഭക്ഷണത്തിൽ അറിയാൻ പറ്റും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുകൊണ്ട് ഞാൻ 4-5 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഭക്ഷണത്തെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്, നല്ല ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ പൈസ. അത് ഒരു പ്രധാന ഘടകം. അത് ശരി. ഒന്ന് പറഞ്ഞിട്ടാ ഇവിടത്തില്ലേ? എന്നാലും ഒന്ന് പറയാലോ ഭക്ഷണം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല ഭക്ഷണം അല്ലേ? ഓക്കെ, താങ്ക് യു. അത് മാത്രം അറിഞ്ഞാൽ മതി, അത് മാത്രം മതി. അപ്പോൾ ഭക്ഷണത്തിൻ്റെ രുചി അനുസരിച്ച് വന്നല്ലേ ആൾക്കാർ. ഓക്കെ, ഊണ് കഴിക്കാൻ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത് വാഴയിലയിലാണ് ആൾക്കാർ വരിക. നല്ല തിരക്കാണ്, ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുക. സൂപ്പർ. ഇതെല്ലാം ഭക്ഷണം കഴിക്കാൻ വന്നായി വീട്ടിൽ. നല്ല തിരക്കായി സമയത്ത് ഇവിടെ, നല്ല അടിപൊളി തിരക്ക്. ഫ്രൈ ചെയ്യാൻ വേണ്ടി മീൻ മുളകൊക്കെ അരച്ച് വെച്ചിരിക്കുക. നോക്കൂ, അടിപൊളി. ഊണ് റെഡിയാക്കാൻ വേണ്ടി ഇലയൊക്കെ ഇട്ട് വിഭവങ്ങൾ വിളമ്പാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രുചികരമായ ഭക്ഷണമാണ്. അടിപൊളി, എല്ലാ വിഭവങ്ങളും വിളമ്പിയിട്ടുണ്ട്.
പ്ലീസ് വൺ റിവ്യൂ. എവിടുന്ന് വരുന്നത്? കായംകുളത്ത് തന്നെ. അതെ, ഇവിടെ എങ്ങനെ? ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് ഇന്നലെ അത് വേറെ ആളാണ്. ഞാൻ ബാംഗ്ലൂരാണ്. ശരി. എങ്ങനെയുണ്ട് സാർ ഭക്ഷണമൊക്കെ? സൂപ്പർ ആണോ? ഇവിടുത്തെ ഇന്നലെ വന്നാൽ ഞാൻ ഭക്ഷണം വളർത്തിലേക്ക് വരുന്നില്ലല്ലോ, നന്നായിരുന്നു. അല്ല, എങ്ങനെയാണ് ഈ കറികളും മറ്റു ഫ്രൈയും ഒക്കെ? പറയാനില്ല, ഒന്നും പറയാനില്ല. അടിപൊളി. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട് ഭക്ഷണം? പെർഫെക്റ്റ്. അടിപൊളി അല്ലേ? ഓക്കെ ഓക്കെ. യെസ് മാഡം, എങ്ങനെയുണ്ട്? ഓ അതെ, താങ്ക് യു. കരിമീൻ ഫ്രൈ ചെയ്താണിത്. അടിപൊളി അടിപൊളി. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഭക്ഷണം? സൂപ്പറാണ്. എല്ലാ വിഭവങ്ങളും നല്ല അടിപൊളിയല്ലേ? ആ ശരി. എവിടെയാണ് നാടെവിടെ? കായംകുളത്ത് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നാണോ? അരിപ്പാട് പോകുന്ന വഴിക്ക് ഈ ഹോട്ടലിൽ കട്ടി കയറി അല്ലേ? അമ്മയാണോ? അമ്മ എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ല ഭക്ഷണമാണ്. കറികളൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വെക്കുന്ന അതേ രുചികൾ ആണല്ലേ? ഓക്കെ, താങ്ക് യു. എന്തെങ്കിലുമൊക്കെ എടുക്കണം. ഐസ്ക്രീം കഴിക്കാം.